ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് എയർപോർട്ടിലോട്ട് പോവാണ്. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കട്ട ചങ്ങായ വാവച്ചനെ കൊണ്ടുവരാനാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഗ്രൂപ്പിലെ റൈഡർ കണ്ണാപ്പിയായ ഡ്രൈവർ സ്പൾബർഗ്. എന്തുണ്ട് ഡ്രൈവർ സ്പൾബർഗ്? എന്താണ് നമ്മളെ വാവച്ചനെ കഴിക്കാൻ പോവാണ്. അതെ അതെ വാവച്ചൻ നാട്ടിൽ നിന്നാണ് വരുന്നതാണ്. അപ്പോ വാവച്ചൻ കാര്യമായിട്ട് എന്തൊക്കെയാ കൊണ്ടുവരുന്നുണ്ട് വിചാരിക്കുന്നു. അതെ അതെ, കൊണ്ടതാ മതിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഴയ സന്യാസിയും ഒറ്റക്കണ്ണനെയൊക്കെയാണ്. ഏതായാലും വാവച്ചനെ കൂട്ടിക്കൊണ്ടുവരാം. പോകുന്ന വഴിക്ക് നമുക്ക് ഓരോ കഥകളും പറഞ്ഞ് റോഡൊക്കെ കണ്ട് നമുക്കൊക്കെ പോവാം. ഇവിടുന്ന് എയർപോർട്ട് വരെ ഇങ്ങനത്തെ റോഡ് തന്നെയാണോ? അല്ലല്ല, ഇത് കുറച്ച് ഇതോ എമ്മണ്ണ ഉണ്ടോ? എമ്മണ്ണ ഇവരെന്താ നമ്മളെ ലൈറ്റ് കാണിക്കുന്നത്? ഓട്ടോമാറ്റിക് ലൈറ്റ് ഓണായിരുന്നോ? ഇല്ലല്ലോ. അവിടെ വല്ല ചെക്കിങ് എന്തെങ്കിലും ഉണ്ടോ? നല്ല പോലെ ലൈറ്റ് അടിച്ച് കാണിക്കുന്ന ആളുണ്ട്. ആണോ? ഞാൻ ചെസ്റ്റർഫീൽഡ് റോഡിൽ പോയപ്പോ ഇതുപോലെ തന്നെ ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചല്ലേ? ചെക്കിങ് ഉണ്ടെന്ന് 1-2 വണ്ടി ലൈറ്റ് അടിച്ച് കാണിച്ചു. സെയിം ഈ ടൈപ്പ് നമ്മുടെ ക്യാമറ ഫിറ്റഡ് ആയിട്ടുള്ള പോലീസിന്റെ വണ്ടി സൈഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതോ നല്ല പക്ഷെ ഞാൻ കറക്റ്റ് സ്പീഡ് തന്നെയായിരുന്നു. പക്ഷെ അയാള് എല്ലാവർക്കും ഒരു ഇത് കൊടുക്കുന്നുണ്ട്, അവയർനെസ് അല്ലേ? അല്ല, പാവപ്പെട്ടവരും ചിലപ്പോ നേരത്തെ ഈ ക്യാമറ ക്ലാസ് അറ്റൻഡ് ചെയ്തോ പോയിന്റ് പോയതൊക്കെ ആയിരിക്കും. പുള്ളി വിചാരിച്ചു വെറുതെ ബാക്കിയുള്ളവരും കൂടെ അല്ലേ 31-32 അറിയാനും ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ പുള്ളി നമ്മളെ ഒന്ന് സഹായിച്ചായിരിക്കും. നല്ല മനുഷ്യൻ. അങ്ങനെ ആൾക്കാർ വരട്ടെ. പക്ഷെ ഇയാൾ അങ്ങനെ നമ്മളെ സഹായിച്ചാന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. നമ്മുടെ ഇല്ല നമ്മുടെ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. നമ്മളെ പറയാൻ പറ്റത്തില്ല. നമ്മളെ ഈ വണ്ടി അറിയുന്ന അറിയുന്ന ആരിലും ആണോ അല്ലേ? അത് ശരിയാ, അങ്ങനെയും ചാൻസ് ഉണ്ട്. അത് ശരിയാ. ബൈക്കൊക്കെ വരുന്നു. മിക്കവാറും ഇവര് ടീമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. 5-6 വണ്ടി മേലെ പാസ്സായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കുറെ ഇങ്ങനത്തെ റൈഡേഴ്സിന്റെ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര സെറ്റപ്പ് അല്ലേ ഇവിടെ? അവരൊക്കെ ഒരുമിച്ച് പോകും പരിപാടിയും. ഇവിടെ കുറെ സ്ഥലങ്ങള് കാണാനുണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ഥലങ്ങള് അങ്ങനെ കുറെ ഉണ്ടല്ലോ ബൈക്കിനൊക്കെ പോകാൻ. പ്രത്യേകിച്ച് ഈ സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ. സമ്മറിലെ ഇതൊക്കെ നടക്കുള്ളൂ, ബൈക്കൊക്കെ പ്രത്യേകിച്ച്. വിന്ററായി കഴിഞ്ഞാൽ ബൈക്കൊന്നും അത് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമുക്ക് അതൊരു വലിയ തണുപ്പായിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ ബൈക്ക് ഉപയോഗിക്കാൻ തന്നെ പേടിയാ. അല്ല, ബൈക്ക് നാട്ടിലേക്കാളിലും നല്ലത് ഇവിടെ ഉപയോഗിക്കാൻ സുഖം. കാരണം വെച്ചാല് നമ്മുടെ നാട്ടിലാണെങ്കിൽ ബസ് വരുവാണെങ്കിൽ ബൈക്ക് തന്നെ ശ്രദ്ധിക്കുക പോലും ഇല്ലല്ലോ. അതില്ല, ഇവിടെ അങ്ങനെയല്ലല്ലോ. ബൈക്കാരനോ സൈക്കിളാരനോ പോകുന്നുണ്ട്, അവര് നമ്മള് പുറകെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓവർടേക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഓവർടേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമയം കിട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയാലും വെയിറ്റ് ചെയ്യുമോ? അതില്ല. ഈ ബൈക്കാരനായാലും ശ്രദ്ധിക്കും, സൈക്കിളാരനായാലും ശ്രദ്ധിക്കും. ഇവിടെ മനുഷ്യൻ നോക്കത്തില്ലല്ലോ. ഇവർക്ക് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. നമ്മളത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തെ ഫൈനും കിട്ടും. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ബൈക്ക് ലൈസൻസ് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ നാട്ടിലെ പോലെ എട്ടിട്ടാ പോലെ അത്ര പണിയുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ സേഫ്റ്റി വൈസ് നാട്ടിലേക്കാളും നല്ല ബൈക്കാർക്ക് ഇവിടെ തന്നെയാണ്. പക്ഷെ പ്രശ്നം ഈ തണുപ്പുള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാരൊന്നും ഈ ബൈക്ക് ലൈസൻസ് എടുക്കാനും അങ്ങനെ അധികം ആരും പോവുകയില്ല. ലോങ് ക്രേസ് ഉള്ള ആൾക്കാർ മാത്രമേ എടുക്കുകയുള്ളൂ. റോഡ് അടിപൊളിയാ, റോഡിന് ഒരു കുറ്റമില്ല, അടിപൊളി റോഡ് തന്നെ. പക്ഷെ നമുക്ക് എന്താ പറയാ, ഗൾഫിലൊക്കെ നമ്മള് 120 പോകുന്ന പോലെ ഇവിടെ അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ എല്ലായിടത്തും സ്പീഡ് ലിമിറ്റും ക്യാമറയൊക്കെ ഉണ്ട്. ഓൾറെഡി എനിക്കൊരു ക്യാമറ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ പേടിയുണ്ട്. അടിപൊളി ക്ലാസ് ആയിരുന്നു. അടിപൊളി ക്ലാസ്. 88 പൗണ്ട് പോവുകയും ചെയ്തു. ക്ലാസ് എടുക്കുന്ന ആള് ചോദ്യമൊക്കെ ചോദിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയാ. അത് പറഞ്ഞില്ല നമ്മളിപ്പോ പിന്നെ 2ാം ക്ലാസ്സിന് വിടുവോ? അതെനിക്കറിയില്ല, ഞാനെല്ലാം പറഞ്ഞല്ലോ, ആവശ്യക്കാരൻ ഞാനായതുകൊണ്ട്. അപ്പോ ഈ ക്ലാസ് അത്യാവശ്യം സമയമുണ്ട് കേട്ടോ. 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു മാസമായി അത് കഴിഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇയാള് പറയും, തന്നെ പറയും പേന എടുത്ത് വെക്കണം, പേപ്പർ എടുത്ത് വെക്കണം, ഞാൻ ചോദിക്കുമ്പോൾ എഴുതിയിട്ട് കാണിക്കണം. അപ്പൊ ആളിങ്ങനെയാണ്. വീഡിയോ കോളിംഗ് സെറ്റപ്പാണ്, മീറ്റിംഗിലാണ്. വീഡിയോ നമ്മുടെ സൂം മീറ്റിംഗ് പോലെയൊക്കെ തന്നെ. അപ്പോ ആള് ഒരു ചോദ്യം ചോദിക്കും, ആദ്യം ക്ലാസ് എടുക്കും, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഓൾറെഡി പുള്ളി അത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മള് ബുക്കിൽ എഴുതി വെക്കണം ഏതാണ്.
എന്നിട്ട് ആൾ ഓരോരുത്തരുടെ പേര് ചോദിക്കും. മാർട്ടിൻ എന്താണ് എഴുതിയെന്ന് ചോദിക്കും. അപ്പൊ മാർട്ടിൻ എന്ത് ചെയ്യണം, ഈ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാം. എഴുതിയ ഭാഗം കാണിച്ചു കൊടുക്കാം. അയാൾക്ക് കാണണം, ക്യാമറയിൽ കാണണം. നമ്മളിത് പഠിക്കാണ്ടെന്ന് നമ്മൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഫോൺ വരും അങ്ങനെ എന്തെങ്കിലും അയാൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഓൾറെഡി 2-3 ആൾക്കാർ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച് ഞാനൊരു അടച്ച മുറി ഇരുന്നിട്ട് ഈ ക്ലാസ് കേട്ടെ. എന്നാലും സംഭവം വളരെ റൂൾസ് നമുക്ക് കുറച്ചുകൂടെ ചെറിയ പേടിയും കിട്ടും. കുറച്ചുകൂടെ ഡ്രൈവിങ് നമ്മൾ ശ്രദ്ധിക്കാനും വേണ്ടിട്ട് അത് നല്ല സംഭവമൊക്കെ നല്ല തന്നെ. പക്ഷെ ന്യായമായിട്ടൊരു സംഖ്യ ഇതിനകത്ത് പോകുന്നുണ്ട്. 88 പൗണ്ടാണ് മിനിമം ആ ക്ലാസ് ബുക്ക് ചെയ്യണമെങ്കിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്യാമറ അടിച്ചത് 30 മൈൽ സ്പീഡിൽ പോകുന്ന ഏരിയയിൽ ഞാൻ വെറും 36 മൈൽ സ്പീഡിലേ പോയിട്ടുള്ളൂ. എന്നാന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് തുളയന്റെ വീട്ടിലെ ഫംഗ്ഷന് വേണ്ടി കപ്പ മേടിക്കാൻ പോയതാ. നമ്മൾ അശോകന്റെ കടയിൽ അന്നത്തെ പരിപാടിക്ക് കപ്പ മേടിക്കാൻ പോയി. അപ്പൊ എന്തോ നമ്മൾ ലേശം ലേറ്റ് ആയി പോയോണ്ട് തുള എന്നോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തു പോയി. ആ വഴിക്ക് സാധാരണ ഇതിൽ ക്യാമറ ഇല്ല, ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാമറ ഇല്ല. ആ സമയത്താണ് നമ്മുടെ ഈ ചെറിയൊരു ഓമിനിവാൻ പോലത്തെ സാധനത്തിൽ കൊണ്ട് ക്യാമറ വെക്കുന്ന സംഭവമില്ല, പുതുതായിട്ട് തുടങ്ങിയ സംഭവം. അങ്ങനെ ഒരു സാധനമാണ് വന്നത്. അപ്പം ഞാൻ സ്ഥിരം പോകുന്ന വഴിയൊക്കെ തന്നെ ഈ സംഭവം അടുത്ത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ക്യാമറയാണ്. അതായത് ഞാൻ ചവിട്ടി സ്പീഡൊക്കെ കുറച്ചു, പക്ഷെ സംഭവം അടിച്ചായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഏതായാലും 2-3 ദിവസം കഴിയുമ്പോ നമ്മുടെ തുളാന്റെ വീട്ടിലേക്ക് കത്തൊക്കെ വന്നു. നിങ്ങളാണോ ഓടിച്ചത്, നിങ്ങളല്ലേ മറ്റൊരാളെ ഓടിച്ചെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഇടും. നല്ലവനായ സത്യസന്ധനായ തുള എന്ത് ചെയ്തു, അവനല്ല ഓടിച്ചത് ഞാനാ ഓടിച്ചെന്ന് പറഞ്ഞാൽ എന്റെ വളരെ കൃത്യമായിട്ട് പുള്ളി തിരിച്ചയച്ചു കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു പത്രിക കിട്ടി. വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരിച്ചയച്ചു കൊടുത്തു. അപ്പം പിന്നെ എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വന്നു. ക്ലാസ് ബുക്ക് ചെയ്യണം, ഇന്ന സമയത്തുള്ള ക്ലാസ് ബുക്ക് ചെയ്യണം. അത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയാ 1000. അത് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിൽ പോവാം, അല്ലെങ്കിൽ ഇതിന് നമുക്ക് 100 പൗണ്ടും 3 പോയിന്റും ലൈസൻസ് കട്ട് ചെയ്യുന്ന ഓപ്ഷൻ വേണം നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്നും വേണമെന്ന് വിചാരിച്ചു. കോർട്ടിലൊന്നും പോകാൻ നമുക്ക് നമ്മൾ അടിച്ചാണല്ലോ, ഓൾറെഡി നമ്മൾ മിസ്റ്റേക്കാണല്ലോ. അപ്പൊ നമ്മൾ ആ ക്ലാസ് അങ്ങ് അറ്റൻഡ് ചെയ്തു. സംഭവം നല്ല പൊളിയായിരുന്നു. അത് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കമ്പനിക്കാർക്ക് കുറെ പേർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഇത് പലരും പറയാതാണ്. എന്റെ അറിവിൽ 1-2 പേർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയവരൊക്കെ അതിന്റെ അനുഭവമൊക്കെ പറഞ്ഞാ. അപ്പൊ കിട്ടിയത് പിന്നെ സാധാരണ നമ്മൾ പറയുന്ന പോലെ ആരും പറയില്ല, കാരണം കണക്കേണ്ട വിഷയം കൂടെ ആണല്ലോ. സംഭവം ഇതാണ്. പക്ഷെ റോഡൊക്കെ പൊളിയാണ്. അത് ഏറ്റവും നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം എന്ന് പറയും. നാട്ടിലെ പോലെ ചവിട്ടി കുത്തി കയറുന്ന പരിപാടി നമ്മളും ചെയ്യുന്നില്ല കേട്ടോ, നമ്മളും ചെയ്യുന്നില്ല. ചവിട്ടി കുത്തി കയറുന്നില്ല, പുറകെ ഒന്ന് ഓണടിച്ച് അലമ്പുണ്ടാക്കുന്നില്ല, റോങ് കയറി വരുന്നില്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. വളരെ നീറ്റാണ്. അതാണ് ഇതിന്റെ അകത്തെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യം. അതന്നെ, നമ്മൾ എത്ര ദൂരം പോയാൽ നമുക്കൊരു ആ ചടപ്പ് ഫീൽ ചെയ്യല ഡ്രൈവിംഗില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം കണ്ണൂരിൽ നിന്ന് കൊച്ചി പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തോടെ അങ്ങ് മടുക്കും. കാരണം എന്താ വെച്ചാല് നമ്മള് കുറ്റം പറയല്ല, നാടിനെ കുറ്റം പറയല്ല, നാട്ടിലുള്ള സെറ്റപ്പും ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ടാ ഇപ്പൊ നമ്മളിപ്പം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മൊത്തം കുറ്റം പറയാൻ ഇവിടുത്തെ സുഖം, വണ്ടി ഓടിക്കുന്നതിന്റെ ആ സുഖം, ഡിഫറൻസ് എന്താന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഇവരെ അംഗീകരിച്ചു പറ്റുള്ളൂ. എന്നാ ഇപ്പൊ ഈ ഓൺ അടിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആരെങ്കിലും നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ പഴയ ശീലം വെച്ചൊക്കെ അടിക്കുന്നതായിരിക്കും. ഞാൻ അടിക്കാറില്ല, എന്നാ പറയാ. അങ്ങനെ ഓൺ അടിക്കാന്ന് പറഞ്ഞാൽ വേറെ മീനിങ്, അത് വേറെ മീനിങ്. നമ്മൾ ആ ഒരു സെറ്റപ്പിൽ അങ്ങ് പോവാ. പക്ഷെ വണ്ടി ഓടിക്കാൻ വളരെ നല്ല, പ്രത്യേകിച്ച് ഈ പുതുതായിട്ട് പഠിച്ചു വന്നവർക്കും പുതിയ ലൈസൻസ് ഒക്കെ ഇവിടെ കിട്ടിയവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഡ്രൈവിംഗ് ഈസി ആയിരിക്കും. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് ഒരുത്തം പെട്ടെന്ന് ചാടി കയറി വരും. നമ്മുടെ നാട്ടിലെ പോലെ റോങ് വളവിൽ നിന്നൊന്നും കയറി വരുന്നൊന്നും പേടിക്കണ്ട. അതുപോലെ പുറകെ ഒന്ന് നമ്മൾ ലേശം സ്ലോ ആയി കഴിഞ്ഞാൽ പുറകെ ഒന്ന് ഓൺ അടിക്കുക, ലൈറ്റ് കാണിക്കുക, അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാകുന്ന പേടിക്കേ വേണ്ടല്ലോ. അപ്പം പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് നല്ല സെറ്റ് സംഭവമാണ്. പിന്നെ നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചറാണ് സത്യം പറയുകയാണെങ്കിൽ. അടിപൊളിയാ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ? അത് ഫ്യൂച്ചറിൽ ചിലപ്പം വരുമായിരിക്കും. പക്ഷെ അതിനൊക്കെ നമ്മുടെ നാട്ടില് സൗകര്യം ഇല്ല. സൗകര്യം ഇപ്പൊ റോഡൊക്കെ ആയി വന്നാൽ പോലും നമ്മുടെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതുണ്ടല്ലോ. അപ്പം അത് നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ആയിട്ടേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. പഴയ ആൾക്കാരൊക്കെ അവർ പഴയ ആൾക്കാർ ആ ഒരു സ്റ്റൈലാണ്. ഇപ്പൊ നമ്മളും കുറച്ചുകൂടെ അതിന്റെ വ്യത്യാസം ഇവിടെ അവിടെയായിട്ട് കാണാനുണ്ടാവും. ഈ ആക്സിഡന്റ് ഇല്ലേ, ആക്സിഡന്റ് റേഷ്യോ നോക്കിക്കോ. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ആക്സിഡന്റ് നടക്കുന്നത് എല്ലാം ഈ
സംഭവം ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്, റൂൾസ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ കുറവ് നടക്കുന്നു, ഇവർ റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടും ഫോളോ ചെയ്തില്ലെങ്കിൽ അതുപോലത്തെ ഫൈനും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പം ഈ ക്ലാസ് ഒന്നും കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ ഒരു 500-1000 രൂപേന്റെ ഫൈൻ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പക്ഷേ ക്ലാസ് ഒക്കെ കമ്പൽസറി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടല്ലോ, ലൈസൻസിനെ ബാധിക്കും. അതുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മാറി വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കുറെ അപകടങ്ങളൊക്കെ കുറയും. ശരിയാണ്. ലിവർപൂൾ പോലെ മോഡുണ്ടല്ലോ, ലിവർപൂൾ M62. ഷെഫീൽഡിൽ നിന്ന് എല്ലാം ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ കേസുള്ളൂ. വലിയ ദൂരമൊന്നുമില്ല. പറയണം, നമുക്ക് നമ്മളൊരു സെൻട്രലായിട്ട് അയക്കുന്നത്, എങ്ങോട്ട് വേണമെങ്കിലും അധികം സമയമില്ല. ലണ്ടനിലോട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി. ലണ്ടനിലേക്ക് സമയമുണ്ട്. ലണ്ടൻ ഒരു വട്ടല്ല, ഇവിടെ അടുത്ത് കുറെ സ്ഥലങ്ങൾ നമുക്ക് അടുത്തുള്ളതൊക്കെ വലിയ ദൂരമൊന്നുമില്ല. ഈ മാഞ്ചസ്റ്റർ, ലീഡ്സ്, ലിവർപൂൾ, ബർമിംഗ്ഹാം, പിന്നെ ലെസ്റ്റർ, അങ്ങനത്തെ സ്ഥലം, അങ്ങനെ കൗണ്ടറി, അങ്ങനെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഓടി വരാറുള്ളൂ. അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അതേതാ, ഖത്തറാണോ അതോ എത്തിയാതാണോ? ഏതത്? ഖത്തറല്ലേ? ടെർമിനൽ 1 കറക്റ്റാ. എത്തി, എയർപോർട്ട് എത്തി. ഓഹാ, എന്താ ലുക്ക്. ചങ്ങായി കാണുന്ന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ? ഞാനിപ്പം എന്തെങ്കിലും പറഞ്ഞു ആ മോനെ, ആ കാണുന്ന എയർപോർട്ടിന്റെ എന്തൊക്കെയോ സംഭവങ്ങൾ. പാർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്, പാർക്കിംഗ് ഏരിയ തോന്നുന്നു. ആ ചമ്പളെത്തി. എടാ ഇപ്പൊ കേറി വരുവേ. ഓക്കെ, നമ്മള് ഇനി അവിടുന്ന് ഉള്ളിലോട്ട് കയറി. അതിൻ്റെ അകത്ത് കിടന്നു ഇനി ഉള്ളിലോട്ട് കയറി. കുറെ ആൾക്കാർ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ. ഞാൻ ഇങ്ങോട്ടല്ല വന്നേ. കണ്ടോ നീ എവിടെ? കണ്ടു ഗൈസ്, അവനെ കണ്ടു കിട്ടി. പക്ഷെ ഞങ്ങൾ മാത്രം കണ്ടിട്ടാണ്, ഞങ്ങൾ മാത്രം നിന്നെ കണ്ടില്ല. നേരെ ഒരു വണ്ടിയാണല്ലോ നിൽക്കുന്നേ. ഞങ്ങള് നിന്നെ കണ്ടു സംഭവം കണ്ടു. ഇവൻ എടുത്തോണ്ട് പോകണ്ട, എന്നാലും എനിക്ക് വരാൻ പറ്റുള്ളൂ. അടിച്ചളയാണ്. സോമനാന്ന് തോന്നുന്നു, മറ്റേ സോമനെ കൂട്ടുള്ളവനാന്ന് തോന്നുന്നതാ. മുമ്പേ എടുത്തിട്ടുണ്ടാ ഭയങ്കര രസം. കട്ടാക്കി ഇല്ല, കട്ടാക്കിയിട്ടില്ല. കേട്ടോ. എന്നാ പിന്നെ പച്ചിരിക്കുന്നു. ശരിയാണല്ലോ. ആശാന എവിടെയാ നിപ്പുണ്ട്. എന്തി അവനല്ലേ എന്തി? അവന് പോയപ്പോ കണ്ണാടി ഇല്ലായിരുന്നല്ലോ. എവിടെ കണ്ണാടിയൊക്കെ വെച്ചേക്കുന്നേ? കണ്ണാടിയല്ലേ വെച്ചേക്കുന്നേ? എവിടെ? ആ, പുറകിൽ നിൽക്കുന്നതാണോ? എയർപോർട്ടിൽ ഇരിക്കാൻ ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ്. സ്പെഷ്യൽ കഞ്ഞി ആൻഡ് പയർ മെയ്ഡ് ബൈ പ്രിയ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവരെയും കൂട്ടി തിരിച്ച് വീട്ടിലെത്തി. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.